എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാമത്തെ സീരീസിലേക്ക് കയറുവാണ്. നീതീകരണത്തിൻ്റെ ഫലങ്ങൾ നമുക്ക് വായിക്കാം. റോമാലേഖനം 5:3. അതുമാത്രമല്ല, നാം നമ്മുടെ കഷ്ടതയിലും പ്രശംസിക്കുന്നു, എന്തെന്നാൽ കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു. ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്, ഇൻ ട്രബുലേഷൻ ടൈംസ്, നമുക്ക് സഹിക്കാൻ തക്കവണ്ണമുള്ള കഴിവ് ദൈവം തരും, കൃപ ദൈവം തരും. ഒത്തിരി ബുദ്ധിമുട്ടിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ ഒക്കെ പോകുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി ഒക്കെ സ്വീകരിച്ച് അഭിഷേകം പ്രാപിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ശരിക്കും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കുടുംബത്തിനകത്തായിരിക്കുന്ന ഒരു വ്യക്തി പോകുന്ന ചില കഷ്ടതയുടെ സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഒരുവനോട് നമ്മുടെ കൂടെ ഉണ്ട്. ആ കഷ്ടതയുടെ നടുവിൽ ദൈവം നമുക്ക് സഹിക്കാൻ തക്കവണ്ണമുള്ള കൃപ ദൈവം തരും. അത് സഹിക്കാൻ തക്കവണ്ണമുള്ള കൃപ, അതിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ബലം ദൈവം തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇത് കേൾക്കുന്നവർ എന്തെങ്കിലും വിഷയത്തിനകത്തൂടെ പോകുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നീതീകരണത്തിനകത്ത് ഉള്ളതാണ് സഹിഷ്ണുത. നീതീകരണത്തിൻ്റെ ഫലത്തിൽ ഒന്നാണ് സഹിഷ്ണുത. Hallelujah. In difficult times, God will give perseverance to overcome things. Hallelujah. നമ്മുടെ കഷ്ടപ്പാടിൻ്റെ സമയത്ത് ദൈവം കാവൽ ചെയ്ത് നിർത്തും. സഹിഷ്ണുത ഉളവാക്കുന്നു. കഷ്ടതയുടെ നടുവിൽ, പ്രയാസത്തിൻ്റെ നടുവിൽ, ബുദ്ധിമുട്ടിൻ്റെ നടുവിലൊക്കെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു വചനം നിങ്ങൾക്ക് തുണയായിരിക്കും, ബലമായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഇത് കേട്ടോണ്ടിരിക്കുന്ന, ഇന്ന് ഇത് സ്തോത്രം, ഇതിനകത്തൂടെ പോകുന്ന അനേകരുണ്ട്. കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരുവനോട് അവരുടെ കൂടെ ചെന്ന് അവർക്ക് സ്തോത്രം സഹിഷ്ണുത ഉളവാക്കുന്നതിനായി സ്തോത്രം. ആ കഷ്ടതയിൽ സഹിഷ്ണുത ഉളവാക്കുന്നതിനായി സ്തോത്രം. In difficult times, perseverance will come in their life. Hallelujah. Thank you, Lord. Thank you, Holy Spirit. In Jesus' name. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. God bless you. Have a nice day.